തന്നെ സ്റ്റോക്ക് കേബിൾ യൂസ് ചെയ്യാൻ പറ്റില്ല. ഹാർഡായിട്ടുള്ളതൊന്ന് സോഫ്റ്റ് ആവും. കസ്റ്റമർ മാറിയതാണ് വന്നിട്ട് മിസ്സിങ് കാര്യങ്ങൾ കഴിയുമ്പോഴത്തേനും നമുക്ക് മനസ്സിലായി 28mm 350 ഏകദേശം എൻ്റെ മൈലേജ് കിട്ടും. ഹായ് ഓൾ, നമ്മുടെ അങ്ങനെ ഒരു ക്ലാസിക് 350 വന്നിട്ടുണ്ട്. നമ്മുടെ കാർബറേറ്റർ വെക്കാൻ വന്നതാണ്. ഇതാണ് എൻ്റെ സ്റ്റോക്ക് കാർബറേറ്റർ. ഇത് വന്നിട്ട് പുതിയ കാർബറേറ്റർ മിസ്സിങ് കാര്യങ്ങൾ മാറാത്തതുകൊണ്ട് നമ്മുടെ കാർബറേറ്റർ വെക്കാണ്. ഇത് വന്നിട്ട് 28mm സൈസുള്ള കാർബറേറ്ററാണ്. കരീഷ്മയ്ക്കൊക്കെ നമ്മൾ 24 26 ഒക്കെയാണ് വെക്കാറ്. ഇതിന് വന്നിട്ട് 28mm അതിൻ്റെ അപ് സൈസ് ആയിട്ടുള്ള കാർബറേറ്റർ വെക്കണം. ഇത് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം മൈലേജും കാര്യങ്ങളും കിട്ടുകയും ചെയ്യും, അത്യാവശ്യം പെർഫോമൻസും കിട്ടും. ഈ രാവിലെ സ്റ്റാർട്ടാകുന്ന പ്രശ്നം പൂർണ്ണമായിട്ട് മാറി കിട്ടും. ഈ കാർബറേറ്റർ റിലേറ്റഡ് മിസ്സിങ്ങും കാര്യങ്ങളും എല്ലാം പൂർണ്ണമായിട്ട് മാറി കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു ഉപകാരം. ഇതൊരു ഡയറക്റ്റ് സൂട്ടാണ്, വേറെ കസ്റ്റമൈസേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു ഗ്യാപ്പോ കാര്യങ്ങളോ പോലും വരുന്നില്ല. പിന്നെ വന്നിട്ട് നമ്മൾ കേബിൾ മാറണം. നമ്മൾ കരീഷയുടെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ സ്റ്റോക്ക് കേബിൾ യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ ബോക്സ് വന്നിട്ട് ഇത്ര ഐറ്റംസ് ഒക്കെയാണ് വരുന്നത്. എല്ലാവർക്കും നമ്മൾ ഓൾറെഡി നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. കേബിൾ വന്നിട്ട് ഈ ടൈപ്പ് കേബിൾ വേണം. കേബിൾ വന്നിട്ട് ഈ ടിപ്പ് വരുന്ന സൈസ് കേബിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ സ്റ്റോക്ക് കേബിൾ വെച്ചിട്ടുണ്ട്, നമ്മളിതെല്ലാം ഊരുന്നുള്ളൂ, ജസ്റ്റ് കേബിൾ വലിച്ചിട്ടേ ഉള്ളൂ. പിന്നെ ഒരു പെട്രോൾ ഫിൽറ്റർ യൂസ് ചെയ്യണം. ഇത് നമ്മളിപ്പം വെച്ചതാണ്. അപ്പോഴാണ് കാർബറേറ്റർ മാറാമെന്ന് കസ്റ്റമർ പറഞ്ഞത്. ഇത് വന്നിട്ട് ഈ കാർബറേറ്റർ വെക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം പെർഫോമൻസും കാര്യങ്ങളും കൂടുകയും ചെയ്യും. പിന്നെ നിങ്ങളുടെ മിസ്സിംഗ് ഇഷ്യൂ മൊത്തത്തിൽ മാറുകയും ചെയ്യും. പിന്നെ വന്നിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് 24mm 28 ഒക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. ഇത് വന്നിട്ട് ഈ മൗത്തിന് വ്യത്യാസമുണ്ട്, പിന്നെ ഈ ജെറ്റും കാര്യങ്ങൾക്കെല്ലാം വ്യത്യാസമുണ്ട്. ഇത് വന്നിട്ട് ഇമ്പോർട്ടഡ് കാർബറേറ്റർ ആണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഇന്ത്യൻ മെയ്ഡ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പ്രീമിയം ആണ്. അതുകൊണ്ടാണ് നമ്മളിത് തന്നെ യൂസ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് നോക്കിയിട്ട് ഫിക്സിങ് വീഡിയോയും ഫുള്ള് ബാക്കി വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. എന്താണെങ്കിലും ബാക്കി നോക്കാം. അങ്ങനെ നമ്മളൊരു അല്ലെങ്കിൽ വെച്ച് ജസ്റ്റ് ഈ മാനിഫോൾഡിൽ പൈപ്പ് അഴിക്കുക, പിന്നെ സ്ക്രൂ ഡ്രൈവർ വെച്ച് ഇത് കഴിച്ചിട്ട് പയ്യെ കുറച്ച് ലൂസ് ചെയ്ത് ഇത് മൊത്തത്തിൽ ഊരിപ്പോകും. എന്നാലും ബാക്കി പരിപാടി നോക്കാം. അങ്ങനെ നമ്മുടെ കാർബറേറ്ററും കാര്യങ്ങളും ഊരി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇനി നമ്മുടെ കാനഡയുടെ കാർബറേറ്റർ വെക്കാം. ഇത് വന്നിട്ട് പുതിയ കാർബറേറ്റർ, എനിക്ക് തോന്നുന്നത് 2 മാസം മിച്ചമായിട്ടേ ഉള്ളൂ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്താണെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ കാർബറേറ്ററും കാര്യങ്ങളും മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ കാനഡ കാർബറേറ്ററാണ്. ഇതിൻ്റെ മേളത്തെ ക്യാപ്പ് 2 ഊരി എടുക്കണം. എന്നിട്ട് ഈ റബ്ബർ ക്യാപ്പ് വന്നിട്ട് നമ്മുടെ ആക്സിലേറ്റർ കേബിളിനകത്ത് ഇടണം. വെള്ളവും കാര്യങ്ങളും അകത്തോട്ട് കയറാൻ വേണ്ടി ഇരിക്കാൻ വേണ്ടിയുള്ളതാണ്. പിന്നെ വന്നിട്ട് ഇത് ജസ്റ്റ് കയറ്റിയിട്ട് അതും കയറി കിടന്നോളും. പിന്നെ വന്നിട്ട് നമുക്ക് അതിനകത്ത് നിന്ന് ഈ സ്പ്രിങ് ഊരിയെടുത്ത് നമ്മുടെ കേബിളിലിടണം. പയ്യെ സ്ലൈഡർ ഊരിയെടുക്കണം. ജസ്റ്റ് ഇത് ഊരിയെടുത്ത് നമ്മളെ സ്ലൈഡറിനകത്ത് കയറ്റി ഇട്ടാൽ മതി. ഇതിങ്ങനെയാണ് ലോക്ക് ആവുന്നത്. എന്നിട്ട് ഈ ബാക്കി സാധനങ്ങൾ വെച്ച് കഴിയുമ്പോൾ പിന്നെ സ്ലൈഡർ ലോക്കായി, പിന്നെ സ്ലൈഡർ ഊരിയില്ല. അടിയിൽ നോക്കി ജസ്റ്റ് കറക്റ്റ് നോക്കി ഇടണം.
കാര്യം ശ്രദ്ധിക്കണം. ഇത് വന്നിട്ട് ഇവിടെ വരുന്ന ഈ കണക്ടറിൻ്റെ ലോക്കുണ്ട്. ആ ലോക്ക് ജസ്റ്റ് ഊരിയെടുത്താലേ നമുക്ക് മാനിഫോൾഡ് മുറുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കാർബറേറ്ററിൻ്റെ ജസ്റ്റ് മാറ്റി വെച്ചേക്കാം. ഇതാണ് ഐറ്റം. ഈ ലോക്ക് ഒന്ന് ഊരിയെടുക്കുകയാണെങ്കിൽ നല്ലപോലെ മുറുകും. പോവാനാണ്. അങ്ങനെ നമ്മൾ മൈഫോൺ സെറ്റിട്ടുണ്ട്. ഇനി വന്നിട്ട് നമുക്ക് മൗത്ത് സെറ്റ് ചെയ്യാനുള്ളൂ. ഇത് പഴയ ഗെയിമാണ്, നമ്മൾ ഊരിയെടുക്കണം. ജസ്റ്റ് വെച്ചിട്ടുണ്ടെന്നുള്ളൂ. വീഡിയോ എടുക്കണ്ട വിടറ. അല്ല അല്ല എടുത്തോ ഓടിച്ചു വിട്ടാൽ പോരെ. നമ്മൾ ഈ സാധനം ഊരി എടുക്കണം. ഇത് വന്നിട്ട് പറ്റുവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് അത് കയറ്റിയിട്ടിട്ട് ഈ ബോക്സിലോട്ട് കയറ്റിയിട്ടാൽ മതി. നമ്മളതിന് എന്നെ ചെയ്തെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് സെറ്റ് ചെയ്യാപ്പത്തേന് ഇതൊന്ന് ജസ്റ്റ് കയറ്റി പിടിപ്പിച്ചിട്ട് ജസ്റ്റ് ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. ഇത് വന്നിട്ട് പെട്രോൾ ലൈൻ, അതിന് ഇത് വന്നിട്ട് ഓവർഫ്ലോ ലൈൻ ജസ്റ്റ് ഇതിനകത്തോട്ട് കൊടുത്താൽ മതി. നമ്മൾ വെറുതെ പെട്രോളൊന്നും പോകാതിരിക്കണം. അങ്ങനെ ഓവർഫ്ലോ ആവാറില്ല. പിന്നെ ഒരു പെട്രോൾ ഫിൽറ്റർ യൂസ് ചെയ്യുന്ന മസ്റ്റാണ്. ഇതാണ് ഐറ്റം. ഇത് ചുമ്മാ നോർമൽ ഷോപ്പിൽ ചെന്നാൽ കിട്ടും. ഇത് പെട്രോൾ ഫിൽറ്റർ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ കാർബിൻ്റെ സ്ലൈഡർ കംപ്ലൈൻ്റ് ആവും. അത്യാവശ്യം കരടുണ്ടെങ്കിൽ, കരടില്ലാത്ത പക്ഷം സേഫാണ്. അങ്ങനെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവുന്നല്ല, പക്ഷേ ലൈഫ് പറയും. അതുകൊണ്ടാണ് നമ്മൾ പെട്രോൾ ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് പെട്രോൾ ഒന്ന് ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് എന്താണല്ലോ ഇത് വെച്ച് നോക്കിയിട്ട് ബാക്കി പരിപാടി നോക്കാം. അങ്ങനെ നമ്മുടെ കാർബറേറ്റർ കയറ്റി പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ക്യാപ്പും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. കാർബറേറ്റർ കയറ്റി പിടിപ്പിച്ചിട്ട് ലൈനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ട്യൂണിംഗ് ഒന്ന് സെറ്റ് ചെയ്യണം. ഏകദേശം ഇങ്ങനെയാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. നമ്മളങ്ങനെ ഇനി ഒന്നും കൂടെ ഒന്ന് ഓടിച്ച് നോക്കി ട്യൂണിങ് സെറ്റ് ചെയ്തിട്ട് മൈലേജ് ടെസ്റ്റ് ചെയ്യാം. മൈലേജ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് മനസ്സിലായി 28mm 350 ഏകദേശം തന്നെ മൈലേജ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇത് വെച്ചുകൊണ്ട് വരുന്നില്ല. പിന്നെ ഓടിച്ച് നോക്കിയിട്ട് സ്റ്റോക്ക് പോലെ ഉണ്ടോ ഇല്ലയോ എന്നെല്ലാം ഞാൻ ഈ വീഡിയോ തന്നെ പറയുന്നതായിരിക്കും. എന്താണ് നമുക്ക് മുന്നോട്ട് പോകും. നമ്മളങ്ങനെ പെട്രോൾ മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു 100 ml പെട്രോൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കിലോമീറ്റർ വന്നിട്ട് 52,298. ഇതിൽ എത്ര ഓടുമെന്ന് നോക്കണം. അത്യാവശ്യം ട്യൂണിങ്ങൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് വെച്ചിട്ടുള്ളൊരു ലുക്ക് വരുന്നത്. എന്നുള്ള ബാക്കി പരിപാടി നോക്കാം. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ പെട്രോൾ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയും പെട്രോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഏകദേശം ഇത്രയും കിലോമീറ്റർ ഓടി. നമുക്ക് ബാക്കി കാൽക്കുലേഷൻ ചെയ്യാം. എനിക്ക് തോന്നുന്നത് 798 സംതിങ് ഏതാണ്ടായിരുന്നു. എന്താണെങ്കിലും ബാക്കി നോക്കിയിട്ട് ഇപ്പോൾ നമുക്കൊന്ന് നമ്മുടെ ഓസ് ഇവിടെ ചുമ്മാ ഇട്ടേക്കുണ്ടായിരുന്നു. അതിലേക്ക് കണക്ഷൻ കൊടുത്തിട്ട് നമുക്ക് നേരെ തിരിച്ച് കൊണ്ടുപോകാം.